ഓരോരോ വലിയ വലിയ ലൈബ്രറിയിൽ ഇരിക്കേണ്ട സാധനങ്ങളാണ്. എത്ര എത്ര ആളുകൾ പഠിക്കേണ്ടതായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ എല്ലാം അടുക്കളയുടെ സ്ലാബിൻ്റെ അടിയിരിക്കുന്നു. എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ? ഞാനേ എൻ്റെ കുറേ പഴയ പുസ്തകങ്ങൾ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കുക. എന്തിനിപ്പോ പഴയ ബുക്കൊക്കെ? അതിനകത്ത് വില മതിക്കാൻ പറ്റാത്ത പല കണ്ടുപിടുത്തങ്ങളും ഞാൻ എഴുതിയ ബുക്കുകൾ അതിനകത്ത് ഇറക്കിയിട്ടുണ്ട്. അടുത്ത കണ്ടുപിടുത്തം ഞാൻ ചായ കുടിക്കട്ടെ. അങ്ങോട്ട് 24 മണിക്കൂർ ചായ നിനക്ക് ചായ ഇല്ലാതെ കൈവശം തന്നാ പിന്നെ മനുഷ്യരെല്ലാം കുടിക്കണ്ടേ? മനുഷ്യരെല്ലാം കുടിക്കണെന്ന് ചായ കുടിക്കണത് നീ ഒറ്റ ഒരുത്തിയാണ് ഇവിടുത്തെ ഗ്യാസ് മൊത്തം തീർക്കണത്. അല്ലെങ്കിൽ തന്നെ വളരെ കാര്യമായിട്ടുള്ള കാര്യം ഞാൻ സംസാരിച്ചു. ഇത്രയും നല്ല ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് അത് ചോദിക്കണം. അതെങ്ങനെ വിവരം വേണ്ടേ? നാട്ടിൽ നിന്ന് കള്ളവും പറഞ്ഞ് നീ വന്നിക്കല്ലേ പഠിക്കാനെന്ന് പറഞ്ഞിട്ട്. ചുമ്മാ ചൊറിയല്ലേ? എന്തോ ചൊറിയല്ലേ? അതിന് മാത്രം എന്ത് കണ്ടുപിടുത്ത ബുക്കിൽ എന്ന് ചോദിച്ചാൽ അത് നീ സൈക്കിൾ പമ്പ് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ കാറ്റ് സൈക്കിൾ പമ്പ്. അതിനകത്ത് എങ്ങനെ കാറ്റ് വരും അറിയാമോ? അറിഞ്ഞൂടാ. നിന്നെ പോലെ പലർക്കും അത് അറിഞ്ഞൂടാ. അതെ, അത് ഞാൻ കൃത്യമായിട്ട് ഈ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ കണ്ടുപിടുത്തം. എന്ത് വലിയ കണ്ടുപിടുത്തം അല്ലേ? ഞാൻ അടുത്ത ചോദിക്കട്ടാ, ഈ ബീഡിക്കകത്തും ബൈക്കിന്റെ സൈലൻസിനകത്ത് എങ്ങനെ പോകുമായിരുന്നു? പറ. അതിപ്പോ ബീഡിക്കകത്തിരുന്ന് പുകയില കത്തണോണ്ടല്ലേ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പുകയിലേക്ക് പുകയില എന്നുള്ള പേരെങ്ങനെ വന്നു? അത് പുകയാണോണ്ട്. എന്നാ മുട്ടുസൂചി എന്നുള്ള പേരെങ്ങനെ വന്നു? ഒന്ന് പോയാപ്പാ, ചീള് കേസ് കൊണ്ട് വന്നോളൂ. കുറെ ക്വസ്റ്റ്യൻസ് മാറ്. എന്തോന്ന് ചീള് കേസ്, എന്തോന്ന് ക്വസ്റ്റ്യൻസ്? എനിക്കിപ്പോ കാര്യം മനസ്സിലായി. അസൂയ ഞാൻ ഫേമസ് ആവുന്നതിലുള്ള അസൂയ. എങ്ങനെ ഫേമസ് ആവുന്ന പറയുന്നത്? എങ്ങനെ ഫേമസ് ആവും? ഞാനേ ഈ പുസ്തകങ്ങൾ മൊത്തം പബ്ലിഷ് ചെയ്തിട്ട് ഓരോ സ്കൂളിലും ഓരോ കുട്ടിക്കും കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ അവരെല്ലാം വായിക്കുമ്പോൾ അവർക്ക് അറിവ് കിട്ടും. അതുവഴി ഞാൻ ഫേമസ് ആവും. നിന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞൊരു കാര്യമില്ല. ഞാനേ പിള്ളേർക്ക് ഫ്രീ ആയിട്ടാണ് ഈ ബുക്ക് കൊടുക്കാൻ പോണത്. അറിയാം. ഇതെവിടെ നിന്ന് വന്നത്? എന്തായാലും പോയല്ല, അത് മതി. അകത്തേക്കാ? എന്താന്ന് വെച്ചാ നീ അതിന്റെ പറയാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ വേറെ എവിടെ നോക്കൂടി? ഞാൻ പപ്പന്റെ പുറകെ നോക്കുമായിരുന്നില്ലേ? അതിന് ശേഷം എന്തിനെന്ന്? അതെ, പട്ടാളത്തിലേക്ക് ഇങ്ങനല്ല, രണ്ടുപേരും രണ്ട് സൈഡിൽ കൂടെ നോക്കണം. ഒരേ സമയം പോവരുത്. എനിക്ക് പാമ്പിനെ പേടിയാന്ന്. പാമ്പിനെ പേടി? എന്നാലും ഇത് എവിടെ പോയി? നീ ഒരു കാര്യം ചെയ്യും, അകത്ത് പോയി ഇതുപോലെ ഒരെണ്ണം എടുത്തോണ്ടോ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. അയ്യോ, വലിയ പാമ്പൊന്നും അല്ല, ചെറിയൊരു ചുരുട്ടാ. ഒരു വഴിയുണ്ട്. എന്തോന്ന് വഴി? നമുക്ക് ബാബു മഹേഷിനെ വിളിക്കാം. ബാബു മഹേഷ്? അതാര്? പാമ്പെടുത്തക്കാരൻ. നല്ലതാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പൈസ കൊടുക്കണ്ടേ? പൈസ പോപ്സ് കൊടുത്തോളൂ, പോപ്സിന്റെ വീടല്ലേ? പിന്നെ പോപ്സ് കെട്ടി വെച്ചേക്കല്ലേ പൈസ കൊടുക്കാൻ വേണ്ടി? പോപ്സിന്റെ വീടാ? തലയിട്ട് അടിച്ചില്ലേ നീ? താമസിക്കണ്ട, നിന്റെ കൂടെ വീടല്ലേ? ഓടെ പോപ്സിന്റെ വീടായല്ലേ? എന്തായാലും പാമ്പിനെ പിടിക്കണ്ട പപ്പ. നിങ്ങളിങ്ങനെ പേടിക്കണ എന്തിന്? നിങ്ങൾക്ക് പാമ്പിനെ പിടിച്ചാ പോരെ? ഞാൻ പിടിച്ചോളാം. പോപ്സിന് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടാ? ഒരു പട്ടാളക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് ധൈര്യം ഉണ്ടാകുന്ന എന്തോന്ന് ചോദ്യത്? പണ്ടേ ഞാൻ പൂഞ്ചിലായിരുന്നപ്പോഴേ എന്തുമാത്രം മലമ്പാമ്പുകളെ പിടിച്ചിട്ടുണ്ടെന്നറിയാമോ? അവസാനം മലമ്പാമ്പുഴൊക്കെ എന്റെ പേര് കേട്ടാ, ഹബീൽദാർ പപ്പനെന്ന് കേട്ടാ ഞെട്ടി വിറയ്ക്കും അറിയാമോ?
കുറച്ചു മുന്നേ അവിടെ നിന്ന് ഞെട്ടി പറക്കണ ഞാൻ കണ്ടായിരുന്നു പാമ്പേ പാമ്പേ എന്ന് വിളിച്ചിട്ട്. അത് പിന്നെ പാമ്പ് വേലായതനായിരുന്നാലും പെട്ടെന്ന് പാമ്പിനെ കണ്ടു ഞാൻ ഞെട്ടും. അതെ അതെ. എന്തൊക്കെ പറഞ്ഞാലും ശരി, പെട്ടെന്ന് തന്നെ ആരെങ്കിലും വിളിച്ച് അതിനെ പിടിച്ചോണ്ട് പോയാൽ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എന്റെ കാശ് കൊടുത്തിട്ട് ആളിറക്കും. എടുത്തോ, കാശ് മുടക്കി വിളിക്ക്, പാമ്പനെ പിടിക്കുകയോ പാമ്പനെ തിന്നുകയോ എന്ത് വേണോ ചെയ്തോ, ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ അടുത്ത മാസത്തെ വാടക അതിന് കുറയ്ക്കൂട്ടാ. അപ്പൊ പിന്നെ പള്ളിയിൽ പോയി പറഞ്ഞാൽ വാടക കുറയാനൊക്കെ ഞാൻ കുറയ്ക്കും. പിന്നെ പള്ളി പോയി പറയാൻ എനിക്ക് പറ്റില്ല. വെറുതെ അനാമത്തെ ചെലവാണ് അതൊക്കെ. അനാവശ്യ ചെലവല്ലേ. പപ്പ പാമ്പയെ പിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ല അടുത്ത മാസം വാടക ഞാനും വെറുതെ എടുത്തോളൂ. അതെന്തൊരു ഏർപ്പാട്, അതെന്തൊരു ഏർപ്പാട്. ഞാൻ കൊണ്ട് കയറ്റിയതാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കണ്ടല്ലേ, ഞങ്ങൾ എന്തെങ്കിലും കടിച്ചെന്ത് ചെയ്യും? അത് കടിക്കാന്നുള്ള ചൂട്ടാ എനിക്ക് കാര്യം മനസ്സിലായി. വാടക തരാതിരിക്കാനുള്ള പരിപാടിയല്ലേ, ഞാൻ എല്ലാത്തിനും ഒരുമിച്ച് ഇറക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല എന്നോട്, പപ്പ പാമ്പിനെ പിടിച്ചില്ല സത്യം ഞാൻ വെറുതെ എടുത്തോളൂ. ഇതൊക്കെ എന്തൊരു കഷ്ടം ഇത്. കുനുമേ കുരു എന്ന് പറഞ്ഞ എല്ലാം എന്റെ തറയിലാണ് വന്ന് വീണത്. കളിക്കാതെ പറ, ഇതാരാ? ഞാനാ. എന്താണ്? ബാത്റൂമിന്റെ അങ്ങോട്ടൊന്ന് വരുവോ? ബാത്റൂമിന്റെ ഇങ്ങടെ ഞാൻ നിക്കണത്. ആണോ? ആണ്. ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയി, എനിക്കിത് തുറക്കാൻ പറ്റുന്നില്ല, ഒന്ന് തുറന്നു തരുവോ? അയ്യോ, ജാൻകോ പെട്ടാ ബാത്റൂമിൽ. കൊറേ നേരമായി, തുറക്ക്. ആ കോലില്ലേ അവിടെ, ഒരു കോല്. കോല്? ആ കോല് ആ ഹോട്ടലിലേക്ക് ഇട്. അയ്യോ, കോലില്ല. അവിടെ ഒരു കോല് വീണ് കിടക്കുന്നുണ്ടാവുന്നാലും എനിക്ക് ഇവിടുന്ന് തുറക്കാൻ പറ്റുള്ളൂ. അയ്യോ, കോലൊന്നും ഇവിടെ ഇല്ല. ഈ പിടിയില്ലേ, ആ പിടി മാത്രമേ ഉള്ളൂ. ഷോ, അവിടെ വീണ് കിടക്കുന്നുണ്ടാവും നോക്കിയേ അവിടെ ഇവിടേക്ക്. അപ്പൊ ഇവിടുന്ന് എങ്ങനെ നോക്കാനാ? ഒരു മിനിറ്റേ. കിട്ടിയാ? ഇതാണ്. അതാ അതിന്റെ ഉള്ളിലേക്ക് ഇട്. തുറക്കട്ടെ? കിട്ടാ? ഈ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടോ? ഇതാടാ, കുറച്ച് ഷൈ ടൈപ്പാ. കളിക്കല്ലേ പാപ്പു, നോക്ക്. ഞാൻ കുളിക്കാൻ കയറിയതൊന്നല്ല. ഞാൻ എത്ര നേരമായി ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കണു. പാപ്പു ഇപ്പോഴേലും വന്നത് നന്നായി. ഞാനൊരു സിനിമയും കൂടി കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. എന്നാ ഞാൻ തീർന്നു. ശരിക്കും പറഞ്ഞിട്ടല്ലോ, ഈ ബാത്റൂം ഭയങ്കര ക്രിയേറ്റീവ് സ്പേസ് ആണ്. ഈ വലിയ വലിയ കലാകാരന്മാരൊക്കെ ഒരു സിനിമ തന്നെ ഉണ്ടാക്കണത് ബാത്റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാ. ഓ, എന്നാ കേറിക്കോ, ഞാൻ അടച്ചു തരാം. അവിടെ ഇരുന്ന് ക്രിയേറ്റീവ് ആയിട്ട് ആലോചിക്കും. വേണ്ട, ഞാൻ കലാകാരിയല്ല. പാപ്പന അവിടെ ഉണ്ടോ? പാപ്പൻ അവിടെ ഉണ്ട്. എവിടെ പോവാണ്? ഇത് കൊണ്ട് കൊടുക്കാം. അയ്യോ, ഇതെനിക്ക് ആവശ്യമുണ്ട്. ഇത് കൈയോടെ കൊടുത്ത് അത് ശരിയാക്കാം. നമ്മൾ റെന്റ് കൊടുത്തിട്ടല്ലേ ഇവിടെ നിക്കണത്. അപ്പൊ എനിക്ക് ബാത്റൂം പോണ്ടേ? ഞാൻ അടങ്ങി അതിന്റെ ഉള്ളിൽ ഇരിക്കില്ലേ? ഇപ്പൊ ഇത് കൊണ്ടുപോയിട്ട് ബാത്റൂം ശരിയാക്കണോ അതോ ഇപ്പത്തെ കാര്യം നടക്കണോ? എനിക്ക് ഇപ്പത്തെ കാര്യം നടക്കണം. എനിക്കിത് ശരിയാക്കണം. നമ്മൾ റെന്റ് കൊടുക്കുന്നതാണ്. ഇതിനെ കൂടെ തന്നെ ശരിയായല്ലോ. മോലി കൂലി. പപ്പ, പപ്പ, പപ്പ. കണ്ട കണ്ട ഇവിടെ കണ്ട ഇവിടെ കണ്ട പാമ്പിനെ ഇവിടെ കണ്ട. പാമ്പോ? ഏത് പാമ്പ്? അല്ല, പാമ്പിന്റെ കാര്യം പറയാല്ലേ നീ വന്നത്? അല്ലല്ല, ഏത് പാമ്പാ? അല്ല, അത് വേറൊരു. നീ എന്തിനു വന്നത് അത് പറ. ഇതെന്താ പാനൊക്കെ ആയിട്ട്? അത് ഞാൻ ദോശയോടായിരുന്നു. ബെഡ്റൂമിലാ? ഞാൻ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൊച്ചെ എന്തിനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം? എനിക്ക് ചോദ്യം ചോദിച്ച ഇഷ്ടമല്ല എനിക്ക്. ഇത് കണ്ടോ? ഇതെന്തോന്നു? ഞങ്ങളുടെ റൂമിന്റെ ബാത്റൂമിലെ ലോക്ക്. അയ്യോ, അതിനെയും വലിച്ചളക്കിയ ഇല്ലാതാക്കിയല്ല. അയ്യോ, ഞാനല്ല, ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ വന്നപ്പോഴേ ഇങ്ങനെ തന്നെ ആയിരുന്നു. ഇതൊന്ന് ശരിയാക്കിത്താ. ശരിയാക്കാം. ഇപ്പൊ കയ്യിൽ പൈസ ഒന്നുമില്ല, 2 ദിവസം കഴിട്ടു. 2 ദിവസോ? അപ്പൊ ഞങ്ങക്ക് യൂസ് ചെയ്യേണ്ടത്. തുറന്നാ പിന്നെ അടയ്ക്കാൻ പറ്റൂല. നിങ്ങൾ 2 പെമ്പിള്ളേര് മാത്രമല്ലേ ഉള്ളൂ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടി? അയ്യേ, എന്താ ആവശ്യം പപ്പ ഈ പറയുന്നത്? ലോക്ക് ശരിയാക്കിയില്ലെങ്കിൽ ഞാൻ ഈ മാസം റെന്റ് തരൂല. ലോക്ക് സത്യം പറ,
ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ റെന്റ് തരൂല എന്ന് പറഞ്ഞാൽ മതി എന്ന് ആരെങ്കിലും പറഞ്ഞ? ഇല്ല, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ. ആണോ? ആ, എന്നാപ്പോ ഇതെല്ലാം കൂടി ഒരുമിച്ചുള്ള പരിപാടിയാണ്. മൊത്തത്തിൽ കുഴപ്പമാണല്ലോ. ഒരു സൈഡിൽ പാമ്പ്, ഒരു സൈഡിൽ ബ്ലോക്ക്. മനുഷ്യനെ ഭ്രാന്തടിപ്പിക്കുമല്ല ദൈവമേ. ലച്ചിക്കുട്ടാ, സുന്ദരി, ഷുണ്ടു, മോളു. ആ, ബാത്റൂമിലുണ്ടായിരുന്നു. കണ്ടായിരുന്ന ആര്? ആരോ എന്നെ ഷുണ്ടു, മോളു, സുന്ദരി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോപ്പ് കുറച്ചതേം കൂടി പോയി. പക്ഷെ ഒന്നും നടക്കത്തില്ല. പറ, കാര്യം എന്തായാലും കേക്കട്ടെ. അതെ, ഞങ്ങളുടെ ഇല്ലേ ബാത്റൂമിന്റെ കുറ്റിയില്ലേ ഇളകിപ്പോയി. ആണോ? ആ കുട്ടി ഞാൻ പിടിപ്പിച്ചായിരുന്നായിരിക്കും. അയ്യോ, അത് വേണ്ട. പക്ഷെ ഇതൊന്നും നനഞ്ഞിരിക്കുന്നു. ഞാൻ അലക്കുമായിരുന്നു. അത് വേണ്ട. ഞങ്ങൾക്കില്ലേ ഈ ബാത്റൂം ഒന്ന് കുറച്ച് സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ തന്നാ മതി. ഈ ബാത്റൂമോ? യു മീൻ ദിസ് ബാത്റൂം? തരില്ല. എനിക്ക് എന്റെ ബാത്റൂമിൽ ആരും കേറുന്നത് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള പരട്ടകൾ. മനസ്സിലായോ? നീ എപ്പം മുതലാടി ഇങ്ങനത്തെ ബാത്റൂം ഒക്കെ കാണാൻ തുടങ്ങിയത്? എന്താടി? എന്താണ് നിനക്കത് ബാത്റൂം യൂസ് ചെയ്യാൻ തന്നാലിപ്പോ സൗകര്യമില്ല? ഒരു ബേസിക്കലി ഉള്ളൊരു കാര്യമില്ല ഞാൻ ചോദിച്ചുള്ളൂ. എനിക്ക് കുറച്ച് വൃത്തി പ്രശ്നമൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ബാത്റൂം ഒക്കെ ഇപ്പഴല്ലേ കാണാൻ തുടങ്ങിയത്? തരാൻ ബുദ്ധിമുട്ട് എന്താണ്? ഞങ്ങളുടെ ഗ്രാമത്തിലോ നിങ്ങളുടെ ബാത്റൂം ഇല്ലേ? ഇല്ലേ? ഞങ്ങളൊന്നും ഞാൻ പറയണില്ല. എന്നാലും ഇങ്ങനത്തെ ബാത്റൂം ഒന്നും ഇല്ലല്ലോ. എടി, ഒരു ഹെൽപ്പ് ഒക്കെ ചെയ്യണം മനുഷ്യന്മാരായി. മനസ്സിലായ? ഞങ്ങളുടെ ബാത്റൂം കേടായതുകൊണ്ടല്ലേ. നിനക്കാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. നീ എന്തെങ്കിലും ഒന്ന് എനിക്ക് ചെയ്തിട്ടുണ്ടാ? എന്ന് കണക്ക് കുറച്ചിട്ട് കണക്ക് കുറച്ചിലൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളൂ. ചെയ്തിട്ടുണ്ടാ? ഇല്ല, ചെയ്തിട്ടില്ല. ഇല്ല, നീ ചെയ്തിട്ടില്ല. നിർത്ത്. നീയൊക്കെ എല്ലാം കൂടി മനസ്സമാധാനം എന്നൊരു സാധനം എനിക്ക് തരൂലേ? ഒന്നുമില്ല, നീ പെമ്പിള്ളേരല്ലേ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാമോ? ഇത് എവിടെ കേൾക്കാന്ന് പറയുമ്പോ നാട്ടുകാർ മൊത്തം കേൾക്കാണ് ഈ വഴക്ക്. ഒരു കാര്യം അറിയോ? ഞങ്ങളുടെ ബാത്റൂമിന്റെ കുറ്റി ഒന്ന് ഇളക്കി പോയി. അതെനിക്കറിയാലോ. പറയട്ടെ, അതിന് ഇവളുടെ ബാത്റൂം ഒന്ന് യൂസ് ചെയ്യാൻ തരുമോ ചോദിച്ചാൽ അവളെ എന്തൊക്കെ എന്നെ പറഞ്ഞെന്ന് അറിയുമോ? പപ്പയ്ക്കറിയാം, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവളെ ചോദിച്ചിട്ടില്ല. എന്റെ നാട്ടുകാരെ, വീട്ടുകാരെ, അമ്മേനെ, അച്ഛനെ എന്തിനും എന്നെ പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ പറയുമോ? പപ്പ, ഇങ്ങനെയുള്ള ഒരുത്തിക്ക് എന്റെ ബാത്റൂം കൊടുക്കാൻ പറ്റൂല. നീ നിന്റെ ബാത്റൂം ആർക്ക് കൊടുക്കട്ടെ? കെട്ടി പിടിച്ചോണ്ടിരുന്നോടി. നീയൊക്കെ പറയണത് ഇപ്പൊ അവസാനം നാട്ടുകാരെ കൂടി എന്നെ തലക്ക് തട്ടിയാലും പറയും. മനസ്സിലായ? ഇങ്ങോട്ട് നോക്ക്, എന്റെ ബാത്റൂമിലെ പ്രശ്നം ഞാൻ 2 ദിവസത്തെ സമയത്തിനടുത്ത് ചോദിച്ചോളൂ. അതുവരെ നിനക്കൊക്കെ തരാൻ വയ്യ. ഞാൻ ഇപ്പൊ ശരിയാക്കി. പക്ഷെ ഒരു കാര്യം നീയൊക്കെ മനസ്സിൽ വെച്ചോ. ഞങ്ങൾക്ക് 1, 2, 3 മാസം വാടക തരാനിരുന്നപ്പം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രകൃതി വാടക കറക്റ്റായിട്ട് വരില്ല. ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണം. ഇവിടെ ആർക്കും അറിഞ്ഞൂടാത്തോലാണ് ഇവിടുത്തെ സംഭവം. സാധനം അതെ, ഞാൻ മറ്റേ സാധനം എടുത്തില്ല. തുറക്കോ? ഞാൻ ഇതിനകത്ത് പെട്ടുപോയി. പെട്ടാ? ഇങ്ങനെ ഞാനും പെട്ടത്. എന്താ ചെയ്യാ? ഇതൊന്ന് തുറക്കാൻ. ഹലോ, ഞാൻ പെട്ട് തുറക്കാൻ പറ്റില്ല. അതാര്? അവിടെ ആര് ചിരിക്കണത്?
പറഞ്ഞല്ലേ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് ശരിയാക്കി താന്ന്. അപ്പൊ അഹങ്കാരം ചോദിച്ചോ. നീ ഇപ്പൊ എന്താ ചെയ്യുക? പോപ്സേ ഒരു കുറ്റിയില്ല അപ്പുറത്ത്, അതെടുത്ത ഹോട്ടലിട്. അപ്പൊ ഞാൻ ഇവിടുന്ന് തുറന്നുതരാം. അതെ, ആ കുറ്റി ഞാൻ താഴെ വെച്ച് മറന്നുപോയി. ആ മറന്നാ? ഓ ആ അന്ന് പെട്ട്. അപ്പൊ അവിടെ തന്നെ നിന്നോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ഐഡിയ ഉണ്ടാ? അതെ, ആ ഒരു കാര്യം ചെയ്യ്. ഫയർസിന് അതിനൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. പൈസ ഒന്നും വേണ്ട. അതെ, എന്റെ ഫോൺ എടുത്തിട്ട് എന്റെ കൂട്ടുകാരൻ ശേഖര വിളി. അല്ല, അതിന് പോപ്സിന്റെ ഫേസ് ഐഡി വേണ്ടേ? അയ്യോ, അതെ, നമ്പർ അറിയോ കാണാണ്ട്? എനിക്ക് എന്റെ നമ്പർ പോലും കാണാതെ അറിഞ്ഞൂടാ. തുറന്നവിടെ എനിക്ക് ശ്വാസം മുട്ടുമ്പോഴൊക്കെ തോന്നുന്നു. ഇനിയിപ്പോ എന്ത് കാണിക്കാനാ പോപ്സേ? ചവിട്ടി പൊളിക്കാനും ചെയ്യല്ലേ? കോടാലി എടുത്തോണ്ട് വരട്ടെ? അതല്ല എനിക്ക് അറിയാത്ത അങ്ങനെ ചെയ്യുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞ ചവിട്ടി പൊളിക്കുന്നത്. എന്നാ ഞങ്ങള് ചവിട്ടി പൊളിക്കാം. അതല്ലേ പറഞ്ഞത് ആദ്യമേ. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എന്തിപ്പോ ചെയ്യാ? എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും. പോപ്സ് ടെൻഷൻ ആവാണ്ടിരിക്കും, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഞങ്ങൾ പല വഴിയും നോക്കി, ഒന്നും ശരിയാവണില്ല. അതുകൊണ്ട് ഞങ്ങൾ തല്ലി പൊളിക്കാൻ പോവാ. അയ്യോ, ചവിട്ടി പൊളിക്കല്ലേ, ഒരുപാട് പൈസ ആവുന്നത്. എന്നാ പിന്നെ ഉള്ള കാലം മുഴുവൻ അതിന്റെ അകത്ത് കടന്നോ പോപ്സ്? എന്റെ പാപ്പു അവിടെ കിടന്നോട്ടെ. എത്ര പിഷ്കാണെങ്കിൽ അവിടെ കിടക്കട്ടെ. മിണ്ടായിരിക്കടി, ഞങ്ങൾ പൊളിക്കാൻ പോവാ. പാപ്പ എന്തെങ്കിലും ചെയ്യ്. റെഡി 1 2 3